പ്രാർത്ഥനകൾ യാചനകളല്ല, പ്രാർത്ഥനകൾ അഭ്യർത്ഥനകളൊന്നുമല്ല. പ്രാർത്ഥനകൾ അഭ്യർത്ഥനകളെന്ന് പറയാൻ കാര്യം നമ്മുടെ പലരുടെയും പ്രാർത്ഥന കേട്ടാൽ തോന്നുകയും കർത്താവിന് അറിയാത്ത കാര്യം കർത്താവിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ പ്രാർത്ഥിച്ചതല്ല ഉത്തരം. നമ്മൾ ഇന്ന് ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യ പേപ്പറിന് ഉത്തരം എഴുതി തരുന്ന അനുസരണമുള്ള വിദ്യാർത്ഥിയായിട്ടാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ടെങ്കിൽ ദൈവം ആദ്യം ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയ്ക്കാണ്. രക്തം വിയർപ്പ് തുള്ളിയായി ഇറ്റിച്ച് അവൻ പ്രാർത്ഥിച്ചു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റിത്തരാൻ ഉത്തരവുണ്ട്. നമ്മൾ വായിക്കുന്നത് ദൈവം ഒരു മാലാഖയെ അയച്ചു. ദാറ്റ് ഏഞ്ചൽ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഹിം, സപ്പോർട്ട് ഹിം. എന്തിന്? ഈ പാനപാത്രം കുടിക്കുക. സഹനത്തിന്റെ ഫേസിനെ ഓവർകം ചെയ്യാൻ വിൽ ബി ഗെറ്റിംഗ് എ ഡിവൈൻ ഹെൽപ്പ്, എ ഡിവൈൻ സപ്പോർട്ട്. ചിലപ്പോൾ അത് പ്രാർത്ഥന വഴി നടക്കും. ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇത് കടന്നു ദൈവത്തിന്റെ പ്രസൻസിൽ ഞാൻ ഇരുന്ന് കൊടുക്കുന്ന നേരമാണ് പ്രാർത്ഥന. ആ ബന്ധത്തെ ഞാൻ ഇങ്ങനെ നറിഷ് ചെയ്യുന്ന സമയമാണ്, അതിന്റെ ഭംഗി ആസ്വദിക്കുന്ന നേരമാണ്. ഇറ്റ്സ് എ ലവിങ് എക്സ്പീരിയൻസ്. നിശബ്ദത പ്രാർത്ഥനയാണോ?